ദുഃഖത്തിന് മൂലകാരണം തെറ്റിദ്ധാരണയാണ്. ഇല്ലാത്തതിനെ ഉള്ളതായി കരുതുന്നു, ഉള്ളതിനെ ഇല്ലാത്തതുപോലെയും കരുതുന്നു. ഈ ഒരു അറിവിലുണ്ടാകുന്ന ഒരു കുഴപ്പമാണ്. അറിവിൽ അവ്യക്തതയുണ്ടാവരുത്, തെളിഞ്ഞ അറിവായിരിക്കണം. പ്രപഞ്ചം സത്യമാണ് എന്നുള്ളത് കലങ്ങി മറിഞ്ഞ അറിവാണ്. ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ, അതാണ് തെളിഞ്ഞ അറിവ്, വിശുദ്ധമായ ജ്ഞാനം. പ്രപഞ്ച വസ്തുക്കളെക്കുറിച്ചും നമുക്ക് അറിവുണ്ട്, പക്ഷേ ആ വസ്തുക്കളൊന്നും വാസ്തവമല്ല. സ്വപ്നത്തെക്കുറിച്ചുള്ള അറിവ് അല്ലെങ്കിൽ സ്വപ്നാനുഭവം മിഥ്യയാണ്. സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണർവിലേക്ക് വരുമ്പോൾ ആ ജാഗ്രതാണ് സ്വപ്നത്തെക്കാളും കൂടുതൽ സത്യം. ഈ പ്രപഞ്ചം ജാഗ്രത്തിൽ ഒരു വ്യക്തി കാണുന്ന സ്വപ്നമാണ്. കണ്ണ് തുറന്നുകൊണ്ട് ജാഗ്രത അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു സ്വപ്നമാണ് ഈ പ്രപഞ്ചം. ഇവിടെയുള്ള വസ്തുക്കളും വ്യക്തികളും എല്ലാം വെറും മായാ പ്രകടനങ്ങൾ. ഇത് നല്ലതുപോലെ ചിന്തിച്ചറിയണം, വിചാരം ചെയ്തറിയണം. അങ്ങനെയാണ് നമുക്ക് വിരക്തി ഉണ്ടാവുക. അവിദ്യമാന സദ്ഭാവ വിചാരാത് വിശരാരവ. നിങ്ങൾ വിചാരം ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്വം തകർന്നു വീഴുന്ന വസ്തുക്കളൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷേ ഇതൊന്നുമില്ല, ഇതൊക്കെ മിഥ്യ. ഈ കാര്യം വളരെ ഭംഗിയായി പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറയുന്നുണ്ട്. ഈ പ്രപഞ്ചം മാഞ്ഞു പോകണം അല്ലെങ്കിൽ പ്രപഞ്ചം നശിക്കണം എന്ന് പറയുന്നത് കൊണ്ട് ജ്ഞാനികൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം പൊടുന്നനെ ഇല്ലാതാകണം, എന്നിട്ട് ഒന്നുമില്ലാത്ത ഒരു ശൂന്യതയുടെ അനുഭവം ഉണ്ടാകണം എന്നൊന്നുമല്ല. നാപ്രതീതിസ്തയോർബാധ കിന്തു മിഥ്യാത്വ നിശ്ചയ. പ്രപഞ്ചത്തെ അനുഭവിക്കാതിരിക്കുക, അതല്ല നമ്മുടെ ലക്ഷ്യം. പ്രപഞ്ച അനുഭവം ഉള്ളപ്പോൾ തന്നെ അത് മിഥ്യയാണ് എന്നുള്ള അറിവ് നേടണം, അതാണ് പ്രധാനം. പ്രപഞ്ചത്തെ മറക്കാൻ ഒരുപാട് വഴികളുണ്ട്. ഉറങ്ങിയാൽ മതി, അല്ലെങ്കിൽ വെള്ളം അടിച്ചാൽ മതി, അല്ലെങ്കിൽ കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവന് കുറേ നേരത്തേക്ക് പ്രപഞ്ചാനുഭവം ഇല്ല. അവന് ശരീരവും അനുഭവത്തിലുണ്ടാവില്ല, ചുറ്റുപാടുകളും ഒന്നും അയാൾ അറിയാതെ അങ്ങനെ കിടക്കും. അപ്പോൾ പ്രപഞ്ചത്തെ വിസ്മരിക്കുക എന്നുള്ളതല്ല. പ്രപഞ്ചം വിസ്മരിക്കപ്പെടണം. ഇതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളോ അല്ലെങ്കിൽ ഉറക്കത്തെ ആശ്രയിക്കുന്നത് കൊണ്ടോ ഒന്നും പ്രപഞ്ചത്തെ വിസ്മരിച്ചത് കൊണ്ട് കാര്യമില്ല. പ്രപഞ്ചം ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും മുമ്പിൽ വ്യക്തമായി പ്രകാശിച്ചു നിൽക്കുമ്പോൾ ഇതില്ലാത്തതാണ് എന്ന ഉറപ്പ് നേടണം. തത്വവിചാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മിഥ്യാത്വം ഒരു വ്യക്തിക്ക് പിടികിട്ടുന്നത്. പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് പ്രപഞ്ചമുണ്ടോ? പ്രപഞ്ച പദാർത്ഥങ്ങളുണ്ടോ? ഇല്ല. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എല്ലാം ഒരു ദിവസം നശിച്ച് ഇല്ലാതെയാവും. അത് പെട്ടെന്നുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പില്ല ലയത്തിന് അല്ലെങ്കിൽ നാശത്തിന് ശേഷവുമില്ല. ഇടയ്ക്ക് മാത്രം കാണപ്പെടുന്ന ഒന്ന്. ആദിയിലുമില്ല, അന്തത്തിലുമില്ല. ഇടയ്ക്ക് മാത്രം കാണപ്പെടുന്ന ഒന്ന് ഉള്ളതുപോലെ കാണപ്പെട്ടാലും ഇല്ലാത്തത് തന്നെ എന്നൊരു ബുദ്ധിമാൻ തീരുമാനിക്കണം. അതിന് തത്വവിചാരമാണ് അയാളെ സഹായിക്കുന്നത്. ഇതൊക്കെ ബുദ്ധിയുടെ തീരുമാനമാണ്. പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതുന്നത് അജ്ഞത കലർന്ന ബുദ്ധിയാണ്. അജ്ഞത കലർന്ന ബുദ്ധിയാണ് പ്രപഞ്ചം സത്യമാണ് എന്ന് ചിന്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. ഈ ബുദ്ധിയിൽ തന്നെ ജ്ഞാനപ്രകാശം കടത്തിവിടൂ. തത്വവിചാരത്തെ സമാശ്രയിച്ച് എന്താണ് ഈ പ്രപഞ്ചം, എന്താണ് ഈ നാമരൂപങ്ങൾ, ജാഗ്രത് സ്വപ്ന സുഷുപ്തി അനുഭവങ്ങൾ, ഇതെന്താണ്, ഇതിനെയൊക്കെ അനുഭവിക്കുന്ന ഞാൻ ആരാണ്? ഇങ്ങനെ തത്വചിന്തയിലൂടെ നാം മുന്നേറുമ്പോൾ നമുക്ക് ഒരു കാര്യം പിടികിട്ടും. ഈ കാണപ്പെടുന്നത് വാസ്തവമല്ല. കുറഞ്ഞ പക്ഷം
ഇതൊന്നും വാസ്തവമാകാനുള്ള സാധ്യതയില്ല എന്നെങ്കിലും നമുക്ക് പിടികിട്ടും. അതെ, മരുഭൂമിയിലെ കാനൽ ജലം ഏത് വ്യക്തിയും, അതായത് ആ കാനൽ ജലം സത്യമാണ് എന്ന് കരുതി ഭ്രമിക്കുന്നയാളും അതവിടെ ഇല്ല, ഒരു തുള്ളി വെള്ളം പോലും ആ കാനൽ ജലത്തിൽ ഇല്ല എന്ന വസ്തുത അറിയുന്ന വ്യക്തിയും, ഇവർ രണ്ടുപേരും ഒരുപോലെ ആ കാനൽ ജലത്തെ കാണുന്നു. രണ്ടുപേരുടെയും അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ആ കണ്ണ് എന്നുള്ള ഇന്ദ്രിയം വെള്ളം ഉള്ളതുപോലെയാണ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ രണ്ടുപേരുടെയും ആന്തരികമായ അനുഭവം വ്യത്യസ്തമായിരിക്കും. കാനൽ ജലം ഭ്രമമാണ് എന്ന വസ്തുത അറിയുന്ന ഒരു വ്യക്തി കണ്ടാലും അതില്ല, ആ വെള്ളം കുടിക്കാൻ പോയിട്ട് കാര്യമില്ല, കാരണം അതൊരു ഭ്രമമാണ്. അനാദികാലമായി മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഭ്രമമാണത് എന്ന് വസ്തുത അറിയാവുന്ന ഒരാൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അയാൾ ആ വെള്ളം കുടിക്കാനായി ഓടുന്നില്ല. ഈ സത്യം മനസ്സിലാക്കാത്ത ഒരു വ്യക്തി അവിടെ യഥാർത്ഥത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളം കുടിച്ച് തൻ്റെ ദാഹം ശമിപ്പിക്കാം എന്ന് കരുതി ആ വെള്ളം കുടിക്കാനായി ഓടുന്നു. പക്ഷേ അവിടെ വെള്ളമില്ല. ആ ദൃശ്യം അയാളിൽ നിന്ന് അകന്നകന്നു പോകുന്നത് പോലെ അയാൾക്ക് തോന്നുന്നു. ഇയാൾ മരുഭൂമിയുടെ അങ്ങേ തലക്കിലെത്തിയാലും അയാൾക്ക് ഒരു തുള്ളി വെള്ളം കിട്ടില്ല. അങ്ങേ തലക്കിലെത്തിയിട്ട് തിരിഞ്ഞു നോക്കിയാൽ വീണ്ടും അതാ കുറച്ചകലെയായി ആ കാനൽ ജലഭ്രമം കാണപ്പെടുന്നു. ഇതാണ് മായ എന്ന് പറയുന്നത്. നിങ്ങൾ പുറകെ വെച്ചു പിടിക്കും, ഓടും, പക്ഷെ ഒന്നും കയ്യിൽ കിട്ടത്തില്ല. മൂടൽമഞ്ഞിനെ പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പുക, മൂടൽമഞ്ഞ്, ഇതൊക്കെ എന്തോ ഉണ്ടെന്ന് തോന്നും, പക്ഷെ കൈ കൊണ്ട് പിടിച്ചാൽ കയ്യിലൊന്നും കാണത്തില്ല. കാരണം അത് കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. പുകയാണെങ്കിലും കുറേയൊക്കെ പിടിച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പുകയെങ്കിലും കൈയുടെ ഉള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഈ മായാദൃശ്യങ്ങൾ അത് ഒരിക്കലും നമ്മുടെ പിടിയിൽ പെടുന്ന ഒന്നല്ല. കാരണം അങ്ങനെയൊന്നില്ല. ഇല്ലാത്തതിനെ പിടിക്കാൻ നോക്കിയാൽ കാനൽ ജലത്തിൽ നിന്ന് ഒരു 2 ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളമേ ഇല്ല. വെള്ളമില്ലാത്ത സ്ഥലത്ത്, വെള്ളത്തിൻ്റെ ഭ്രമം മാത്രം ഉള്ള ഒരു സ്ഥലത്ത് ശരിക്കുള്ള വെള്ളം എങ്ങനെ കോരിക്കൊണ്ടുവരാൻ പറ്റും? അപ്പോൾ നമ്മെ ഭ്രമിപ്പിക്കുന്നതാണ് ഈ പ്രപഞ്ച ദൃശ്യങ്ങൾ. ഇത് വാസ്തവത്തിൽ ഇവിടെ ഇല്ല. ഇതിൻ്റെ അധിഷ്ഠാനത്തെ കണ്ടെത്തുമ്പോൾ മാത്രമേ ഇത് മിഥ്യയാണ് എന്ന കാര്യം സുവ്യക്തമായി അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രാമാണിക വിചാരേഷു ന വിദ്യന്തേ കൃതേഷു യേ കഥം സന്തി ജഗദ്ഭാവാസ്തേകേ സന്തി സദൈവ വാ. പ്രാമാണിക വിചാരം, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യപ്പെടുന്ന തത്വവിചാരം. എന്താണ് പ്രമാണം? വേദങ്ങൾ, അധ്യാത്മശാസ്ത്രങ്ങൾ, ജ്ഞാനികളുടെ വാക്കുകൾ, അവരുടെ ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം നമ്മെ സംബന്ധിച്ച് പ്രമാണമാണ്. പ്രമാണം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ധമായി അനുകരിക്കാൻ പറ്റുന്നവ. അതിനെ ഒന്നിനെയും അന്ധമായി അനുകരിക്കരുത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. പക്ഷേ പല കാലമായി പല വ്യക്തികൾ അനുഭവിച്ച് ഇതാണ് സത്യം എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യത്തെ അന്ധമായി വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും വരാനില്ല. കാരണം ഇതാണ് സത്യം. സത്യത്തെ വിശ്വസിച്ചാണ് അതിനെ നമ്മൾ അനുഭവിക്കാൻ ശ്രമിക്കേണ്ടത്. അനുഭവിച്ചിട്ട് വിശ്വസിക്കുക എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വിശ്വസിക്കേണ്ടത്? അതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് അനുഭവിക്കാൻ പറ്റാത്തത്, ഇപ്പോൾ നമ്മുടെ അനുഭവത്തിലില്ലാത്തത്, അതിനെ നമ്മൾ വിശ്വസിക്കുന്നു, അത് സത്യമാണ് എന്ന് കരുതി നമ്മൾ മുന്നോട്ട് പോകുന്നു. അവസാനം ആ സത്യസാക്ഷാത്കാരം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ വിശ്വാസം അനുഭവത്തിന് വഴിമാറിത്തരും. വിശ്വാസം എപ്പോഴും അനുഭവത്തെക്കാൾ താഴെയാണ്. നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഈശ്വര സാക്ഷാത്കാരം നേടിയ അല്ലെങ്കിൽ ഈശ്വരാനുഭവം നേടിയ ഒരാളുടെ താഴെ മാത്രമേ ഏറ്റവും വലിയ ഒരു ഭക്തൻ സ്ഥിതി ചെയ്യുകയുള്ളൂ. ഭക്തൻ സാക്ഷാത്കാരം നേടാത്തവനാണ്. ഭഗവാനെ ദർശിക്കാനായി പ്രയത്നിക്കുന്ന ഒരാളാണ് ഭക്തൻ. അയാൾക്ക് ദൈവവിശ്വാസം മാത്രമേ ഉള്ളൂ, ദൈവ അനുഭവമില്ല.
ദൈവ അനുഭവം നേടിയ ഒരാളുടെ താഴെയാണ് ഇയാളുടെ നില. അങ്ങനെയേ മുന്നേറാൻ പറ്റൂ. ഗുരുനാഥനെ വിശ്വസിക്കുക. അധ്യാത്മശാസ്ത്രങ്ങളിൽ അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം സാക്ഷാത്കാരമായി പരിണമിക്കുമ്പോൾ പിന്നെ വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ആ വിശ്വാസം കൊഴിഞ്ഞു പോകും. പക്ഷേ അനുഭവം ലഭിക്കുന്നത് വരെ ഈ വിശ്വാസം നമ്മെ സംബന്ധിച്ച് ഒരു വലിയ ശക്തിയാണ്. നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രേരക ശക്തിയായിരിക്കും ഈ വിശ്വാസം. അതുകൊണ്ട് വിശ്വസിക്കുക. ആദ്യമേ തന്നെ അവിശ്വസിച്ച്, ശരി, ഈ പ്രാമാണിക ഗ്രന്ഥങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, വല്ല അണ്ടനും അടവോടനും പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചാൽ രക്ഷപ്പെടുവോ? റോട്ടിൽ പോകുന്ന ഒരാൾ പറഞ്ഞത് കേട്ട് അയാളുടെ വാക്ക് വിശ്വസിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ജ്ഞാനികൾ, മഹാത്മാക്കൾ, സത്യദർശികൾ, അവരുടെ വാക്കാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവരുടെ ചിന്താ പദ്ധതിയെയാണ് നാമും പിന്തുടരേണ്ടത്. പ്രാമാണിക വിചാരേഷു നവിദ്യന്തേ കൃതേഷു യേ കഥം സന്തി ജഗദ്ഭാവാഹ തേ കേ സന്തി സദൈവവ നൻ വേദേ ഭാവാഹ വേദാന്തിനാം വിചാരേഷു ന സന്തി ചേത്. അതായത് വേദാന്തികൾ സാക്ഷാത്കരിക്കാത്ത കാര്യങ്ങളെയാണ് അവർ എഴുതി വെച്ചത് എന്നാണ് നിങ്ങൾ അഭിപ്രായപ്പെടുന്നതെങ്കിൽ, അതായത് അവർ തന്നെ അനുഭവിക്കാത്തത്, അവരുടെ ഭാവനയിൽ വിടർന്ന ഒന്നാണ് ഈ ആത്മതത്വം അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗങ്ങൾ എന്ന് നിങ്ങൾ കരുതിയാൽ പിന്നെ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുക? ശാസ്ത്രങ്ങൾ രചിച്ച മഹാത്മാക്കളെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരെ വിശ്വസിക്കും? ഒരു കുഞ്ഞ് സ്വന്തം അമ്മയെ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേറെ ആരെ വിശ്വസിക്കും? ആലോചിച്ച് നോക്കൂ. ശ്രുതി ജനനി, വേദമാതാവ്, അമ്മ സ്വന്തം കുട്ടികളോട് കള്ളം പറയില്ല. ചെറിയ പ്രായത്തിൽ പല കള്ളങ്ങളും ഒക്കെ പറയും. അവിടെ പോരുത്, അവിടെ ഭൂതമുണ്ട്, പിടിച്ച് വിഴുങ്ങിക്കളയും. അങ്ങനെ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ, അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരമ്മ പല കള്ളങ്ങളും പറഞ്ഞു എന്ന് വരാം. പക്ഷേ കുട്ടിക്ക് പ്രായമായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുമ്പിൽ ഒരമ്മയും കള്ളം പറയില്ല. ഉള്ളതുപോലെ തുറന്നു പറയും. അപ്പോൾ ഈ വേദാന്തികളുടെ വിചാരങ്ങളിൽ വാസ്തവികതയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവരുടെ സിദ്ധാന്തങ്ങളിൽ, അവരുടെ രചനകളിൽ വാസ്തവം ഇല്ല എങ്കിൽ കാപില കാണാദാദി വിചാരേഷു സന്ധ്യേവ ഇതി കുതോ അസത്വാവധാരണം തത്രാഹ. വേദാന്തത്തിൽ എല്ലാവർക്കും വിശ്വാസമില്ല. മറ്റു പല ദർശനങ്ങളുമുണ്ട്. കപില മഹർഷിയുടെ സാങ്ഖ്യ സിദ്ധാന്തം, കണാദൻ വൈശേഷിക ദർശനത്തിൻ്റെ ആചാര്യനാണ് കണാദൻ. അതായത് എല്ലാം കണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ്. ആറ്റങ്ങൾ, അതിസൂക്ഷ്മമായ കണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണ് പ്രപഞ്ച പദാർത്ഥങ്ങൾ. ഇതിനെ ബ്രഹ്മത്തിൽ കാണപ്പെടുന്ന വെറും ഭ്രമമാണ് എന്ന് ഞാൻ എന്തിനു അംഗീകരിക്കണം? കുറേ കണങ്ങളുടെ സമൂഹം, അതാണല്ലോ ആധുനിക ശാസ്ത്രവും പറയുന്നത്. കുറേ ഇലക്ട്രോണുകൾ, കുറേ പ്രോട്ടോണുകൾ, കുറേ ന്യൂട്രോണുകൾ, ഇവയുടെ ഈ അതിസൂക്ഷ്മമായ കണങ്ങളുടെ സമാഹാരമാണ് വസ്തുക്കൾ അല്ലെങ്കിൽ ദ്രവ്യം എന്ന് ആധുനിക ശാസ്ത്രം പറയുമ്പോൾ, ആധുനിക ശാസ്ത്രം മാത്രമല്ല, പുരാതന കാലത്തും ഇതുപോലെയുള്ള ദർശനങ്ങൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവർ അവരുടെ ഗതി എന്താവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കട്ടപ്പുക എന്നേ പറയേണ്ടതുള്ളൂ. കട്ടപ്പുക എന്ന് പറഞ്ഞാൽ സിദ്ധാന്തം ഗംഭീരം, പക്ഷേ അതിൽ കഴമ്പില്ല. ഈ കണങ്ങൾ വാസ്തവമാണ് എന്ന് അവർ കരുതുന്നു, ഒരു സിദ്ധാന്തത്തെ മുന്നോട്ട് വയ്ക്കുന്നു. വേദാന്തികൾ അതിനും അപ്പുറത്ത് പോയവരാണ്. ഈ കണങ്ങൾ എന്താണ്? കണങ്ങൾ ഊർജത്തിൻ്റെ കട്ടിപിടിച്ച രൂപങ്ങളാണ് എന്ന് കുറച്ചുകൂടെ ബുദ്ധിയുള്ളവൻ, സൂക്ഷ്മമായി ചിന്തിക്കാൻ കഴിയുന്നവൻ തീരുമാനിക്കും. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ആറ്റങ്ങളുടെ അല്ലെങ്കിൽ തന്മാത്രകളുടെ സംയോഗം കൊണ്ടാണ് വസ്തുക്കൾ ഉണ്ടാവുന്നത്. കുറേ കണങ്ങളുടെ സംഘാതം, അത്രമാത്രമാണ് പ്രപഞ്ച പദാർത്ഥങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ഒരു മഹാരഥൻ വന്നു.
അദ്ദേഹം പറഞ്ഞു ഈ കണങ്ങൾ വാസ്തവമല്ല, ഊർജത്തിൻ്റെ കട്ടിപിടിച്ച രൂപങ്ങളാണ് ഈ കണങ്ങൾ. അതുകൊണ്ട് ഊർജമാണ് സത്യം, എനർജി ദ്രവ്യം ഊർജത്തിൻ്റെ ഘനീഭവിച്ച രൂപം മാത്രമാണ്. അപ്പോൾ കണങ്ങളെക്കാളും ഊർജത്തിന് പ്രാധാന്യം നൽകി. കണങ്ങൾ പ്രത്യക്ഷപ്പെടാം, മറഞ്ഞു പോകാം. ഊർജം പ്രത്യക്ഷപ്പെടുകയോ മറഞ്ഞു പോവുകയില്ല. അത് എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ ശാശ്വതമായി നിലനിൽക്കും. ദ സം ടോട്ടൽ ഓഫ് ദ എനർജി ഓഫ് ദ യൂണിവേഴ്സ് റിമൈൻസ് എ കോൺസ്റ്റന്റ്. ഇതിനെ തന്നെയാണ് മറ്റൊരു രീതിയിൽ ഊർജ സംരക്ഷണ നിയമം എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ബട്ട് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. എനർജിയെ, ഊർജത്തെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാം. താപോർജത്തെ വൈദ്യുതോർജ്ജമാക്കാം, വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമാക്കാം, പ്രകാശോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കാം, ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കാം. ഇങ്ങനെ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റും. പക്ഷേ ഒരേ ഊർജം തന്നെയാണ് ഒരു രൂപത്തെ ഉപേക്ഷിച്ച് മറ്റൊരു രൂപത്തിൽ പ്രകടമാകുന്നത്. ഊർജത്തിൻ്റെ മൊത്തത്തിലുള്ള അളവിൽ നമുക്ക് കൂടുതൽ കുറവ് വരുത്താൻ സാധ്യമല്ല. അതുവരെ ആൽബർട്ട് ഐൻസ്റ്റീൻ എത്തി. നമ്മുടെ പൂർവാചാര്യന്മാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ എനർജി എന്ന് പറയുന്നത് സ്പന്ദിക്കുന്നവയാണ്, ഊർജത്തിൻ്റെ സ്പന്ദനങ്ങളാണ്. ഏത് തലത്തിൽ നിന്നാണ് ഈ ഊർജം സ്പന്ദിക്കുന്നത്? ഈ സ്പന്ദനങ്ങൾക്ക് ആധാരമായി വർത്തിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? ചലിക്കുന്ന എന്തും ചലനമില്ലാത്ത ഒരു അധിഷ്ഠാനത്തിലെ സാധ്യമാകൂ. ഏത് ചലനത്തിൻ്റെയും പുറകിൽ അതിൻ്റെ ആധാരമായി, അധിഷ്ഠാനമായി ചലനമില്ലാത്ത ഒന്ന് ഉണ്ടായിരിക്കണം. അത് ലോജിക്കാണ്, യുക്തിയാണ്. അപ്പോൾ ഈ ഊർജ സ്പന്ദനങ്ങളുടെ പുറകിൽ സ്പന്ദനം അശേഷമില്ലാത്ത, അല്പം പോലും അനങ്ങാത്ത, പാറ പോലെ ഉറച്ചിരിക്കുന്ന എന്തെങ്കിലും ഒന്നുണ്ടാവണം. അതെന്താണ് എന്നവർ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. ആര്? വേദാന്തികൾ. അപ്പോൾ അവർ നോക്കിയപ്പോൾ പുറമേയുള്ള ചലനം അകത്തുള്ള ചലനത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് എന്നവർ മനസ്സിലാക്കി. അകത്ത് കിടന്ന് ചലിക്കുന്നത് മനസ്സാണ്. സങ്കല്പങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, ചിന്തകൾ, ആശയങ്ങൾ, ഭാവനകൾ, ഇതെല്ലാം ഉള്ളിലുള്ള ചലനങ്ങളാണ്. അപ്പോൾ പുറമേയുള്ള ചലനങ്ങളെ അന്വേഷിച്ചത് കൊണ്ട് കാര്യമില്ല, അതിൻ്റെ രഹസ്യം നമുക്ക് പിടികിട്ടില്ല. നമ്മുടെ ഉള്ളിൽ തന്നെ കളിക്കുന്ന, ഇളകി മറിയുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതിൽ ഓരോ ചിന്തകളും ഓരോ സങ്കല്പങ്ങളും ചലന രൂപത്തിലാണല്ലോ പൊന്തി മറയുന്നത്. ഈ ചലനങ്ങളെ നിരോധിച്ചാൽ ഇതിൻ്റെ അധിഷ്ഠാനത്തെ കണ്ടെത്താൻ പറ്റും എന്ന് ചിത്തവൃത്തികളെ നിരോധിക്കാൻ അവർ പ്രയത്നിച്ചു. ആദ്യമൊക്കെ പ്രയാസമായിരുന്നു. എവിടെയിട്ട് പിടിക്കും? ചിത്തവൃത്തികളെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഒരിടത്ത് പിടികിട്ടണ്ടേ? ഒരു പശുവിനെയോ അല്ലെങ്കിൽ പോത്തിനെയോ നിലയ്ക്ക് നിർത്തണമെങ്കിൽ അതിൻ്റെ കൊമ്പിൽ കയറി പിടിച്ചാൽ മതി. 2 കൊമ്പിൽ കയറി പിടിച്ചാൽ അപ്പോൾ അവിടെ നിൽക്കും. ഒരു സ്ത്രീയെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെയെന്നോ ആ സ്ത്രീയുടെ മുടിക്ക് കയറി പിടിച്ചാൽ മതി. പുരുഷന്മാരുടെ അങ്ങനെയാണ്, മുടി നീട്ടി വളർത്തിയിരിക്കുന്ന മുടിയിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ ഏത് കൊലകൊമ്പനെ അവിടെ നിൽക്കണം, അത് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോഴുള്ള സ്ത്രീകൾ ബോബ് ചെയ്യുന്നത്. ഒരു പരപുരുഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷൻ മുടിക്ക് കുത്തി പിടിച്ചു കഴിഞ്ഞാൽ ഇവരവിടെ നിൽക്കും. കാരണം മുടിക്കുത്തിനാണ് കയറി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞാൽ പല ലാഭങ്ങളുണ്ട്. എണ്ണ തേക്കണ്ട, തല ചീകി അതിനു വേണ്ടി മുടിയൊക്കെ കോതി ഒരുപാട് സമയം എടുക്കത്തില്ല. അപ്പോൾ എല്ലാ തരത്തിലും ലാഭമാണ്. പിന്നെ ബോബ് എന്ന് പറയുമ്പോൾ അതിലൊരു അഴകുമുണ്ട്. സ്ത്രീകൾ മുടി മുറിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത്. ഒരു സ്ത്രീയുടെ മുടി മുറിക്കുന്നത് ആ സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോൾ മാത്രമാണ്. അല്ലാതെ മുടിയിൽ കത്തിയോ കത്രികയോ വെക്കരുത്. ഇപ്പോഴ് ബാർബർ ഷോപ്പുകളുടെ പേര് മാറി.
ബ്യൂട്ടി പാർലർ, ബ്യൂട്ടി സലൂൺ, സ്പാ, കേശ അലങ്കാര ശാലകൾ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. കേശ അലങ്കരിക്കുക. ചെയ്യുന്ന പണി ഒന്ന് തന്നെ ഇല്ലേ? അപ്പോൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ, അത്രയേ ഉള്ളൂ. അതേ സാധനം തന്നെ. പണ്ട് നമ്മൾ സലൂൺ, ബാർബർ ഷോപ്പ്. ഇപ്പോഴേ മകൻ എന്താ ജോലി? കല്യാണം ആലോചിച്ചു. വരൻ എന്താ ജോലി? കേശാലങ്കാര വിദഗ്ധൻ. സിനിമയിലാണോ? അല്ല, അടുത്തൊരു കട ഇട്ടിട്ടുണ്ട്, ബാർബറാണ്. വസ്ത്രാലങ്കാര ആര്? ആളുകളെ ചൂണ്ടിക്കാണിച്ച് അപമാനിക്കരുത്, പറയാം. അപ്പോൾ ഇതൊക്കെ പുതിയ പേരുകളിൽ ഓരോ പഴയ കാര്യങ്ങൾ തന്നെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ പ്രാമാണിക വിചാരം എന്ന് പറഞ്ഞാൽ പല ദർശനങ്ങളെയും മുന്നോട്ട് വച്ചിട്ടുള്ള തത്വചിന്തകന്മാരുണ്ട്. അപ്പോൾ മറ്റ് ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരും ധാരാളം ഉണ്ടാവും. എല്ലാവരും വേദാന്തത്തിൽ വിശ്വസിക്കണമെന്നില്ല. നൻ വേദേ ഭാവാഹ വേദാന്തിനാം വിചാരേഷു നസന്തി ചേതപി. ഈ വേദാന്തികൾ തത്വത്തെ സാക്ഷാത്കരിക്കാത്ത വ്യക്തികളാണെങ്കിൽ പോലും, ഉദാഹരണത്തിന് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നു, ആത്മാവ് മാത്രമേ ഉള്ളൂ, പ്രപഞ്ചം മിഥ്യയാണ്, ഞാനിത് സാക്ഷാത്കരിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദ്യം ഉന്നയിച്ചാൽ ആത്മാർത്ഥമായി ഹൃദയത്തിൽ തൊട്ട് പറയുകയാണെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഇപ്പോൾ ആത്മാവിനെ സാക്ഷാത്കരിക്കാത്ത ഒരു വ്യക്തിക്ക് ആത്മസാക്ഷാത്കാരത്തെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുണ്ടോ? ഇതാണ് നിങ്ങളുടെ ചോദ്യം. അവകാശത്തിൻ്റെ കാര്യം മാറ്റിവെച്ചേക്ക്. ഈ പറയുന്നത് സത്യമാണോ അല്ലയോ? വേദാന്തം കണ്ടെത്തിയ സത്യത്തെക്കാളും മഹത്തരമായ ഒരു സത്യം ഇനി ആരും കണ്ടെത്താൻ പോകുന്നില്ല. ഇതാണ് അന്തിമമായ സത്യം എന്ന് വേദാന്തം തറപ്പിച്ചു പറയുന്നു. ആ വേദവാക്കുകളിൽ ഉത്തമ വിശ്വാസമുള്ള ഒരു വ്യക്തി എന്തുകൊണ്ട് ഈ സത്യത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ പറഞ്ഞുകൂടാ, മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൂടാ? ഈ പറയുന്നവൻ ജ്ഞാനിയാണോ? അത് നിങ്ങൾ നോക്കണ്ട. എൻ്റെ കാര്യത്തിലല്ല, ഏതൊരു വ്യക്തിയായാലും ഈ വേദാന്തം പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ വേദാന്ത സിദ്ധാന്തങ്ങളെ പ്രചരിപ്പിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി തത്വസാക്ഷാത്കാരം നേടിയ ആളാണോ? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കൂട്ടരെ. ഈ പറയുന്നതിൽ സത്യമുണ്ടോ, കഴമ്പുണ്ടോ, ഇത് യുക്തിയുക്തമായിട്ടാണോ അവതരിപ്പിക്കപ്പെടുന്നത്, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വക്താവിൻ്റെ ആത്മസാക്ഷാത്കാരം നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റുന്നുണ്ടോ, അതിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അല്ല, ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളിൽ നിന്ന് തത്വം ശ്രവിക്കണം എന്നാണല്ലോ ഉപനിഷത്ത് പറയുന്നു. ശരിയാണ്. ഇപ്പോൾ ആത്മസാക്ഷാത്കാരം നേടിയ ഒരാളെ നമുക്ക് ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ, ആത്മസാക്ഷാത്കാരം നേടാത്ത ഒരു വ്യക്തി ആയിക്കോട്ടെ, അദ്ദേഹം ഈ വേദാന്ത തത്വങ്ങളെ നല്ലതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു എങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ നാം എന്തുകൊണ്ട് ശ്രദ്ധിച്ചുകൂടാ? നമുക്കിത് പ്രയോജനപ്പെടണം. എനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടോ ഈ പ്രഭാഷണം കേൾക്കുന്നത് കൊണ്ട്? അതെ, ഇല്ല. അതെ, അത് പറഞ്ഞു തരുന്ന എന്നേ പറയുന്നുള്ളൂ. ഈ പറഞ്ഞു തരുന്നവൻ ആത്മജ്ഞാനം നേടിയ ആളാണോ എന്നുള്ള കാര്യം പറയുന്നില്ല. ആത്മജ്ഞാനം നേടിയ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജാക്ക്പോട്ട് അടിച്ചു എന്നർത്ഥം. നിങ്ങൾ മഹാഭാഗ്യവാൻ. കാരണം ആത്മസാക്ഷാത്കാരം നേടിയ ഒരു വ്യക്തിയിൽ നിന്നാണ് ഈ ആത്മതത്വത്തെ നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുന്നതെങ്കിൽ നിങ്ങൾ അതിനുള്ള പുണ്യം ചെയ്തിട്ടുണ്ട്, അത്രമാത്രം പുണ്യം ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു വ്യക്തിയല്ല, ഈ സത്യത്തെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് തന്നെ നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ്. ആരെങ്കിലുമൊക്കെ ഇത് പറയണ്ടേ? അതുകൊണ്ട് പറയുന്നയാൾ ആത്മജ്ഞാനിയാണോ എന്നുള്ള കാര്യം ശ്രോതാക്കൾ അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. ആണെങ്കിലെന്ത്, അല്ലെങ്കിലെന്ത്? ഇപ്പം എന്താ?
അദ്ദേഹം ആത്മജ്ഞാനിയാണ് എന്ന് തന്നെ വിചാരിച്ചോളൂ. അദ്ദേഹം പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയുണ്ടാവണ്ടേ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പ്രയോജനമുള്ളൂ. ഇനി ആത്മജ്ഞാനം നേടാത്ത ഒരു വ്യക്തിയായിക്കോട്ടെ ഈ വക്താവ്, അദ്ദേഹം സരളമായി സുന്ദരമായി ഈ ആത്മതത്വത്തെ വിശദീകരിച്ച് തരുമ്പോൾ നിങ്ങൾ അത് കേട്ട് അത് പ്രയോജനപ്പെടുത്താനല്ലേ നോക്കേണ്ടത്? ഈ പറയുന്ന ആളിൻ്റെ ആത്മസാക്ഷാത്കാര സ്റ്റാറ്റസ് നിങ്ങൾ എന്തിനാ നോക്കുന്നത്? ആത്മസാക്ഷാത്കാര സ്റ്റാറ്റസ് ഇപ്പം മൊബൈലിലൊക്കെ സ്റ്റാറ്റസ് ആണല്ലോ, എല്ലാവരും അവരവരുടെ ഓരോ സ്റ്റാറ്റസ്. എന്ത് സ്റ്റാറ്റസ്? അപ്പോൾ കപില മഹർഷി, കണാദ മഹർഷി ഇവരുടെ ദർശനങ്ങളും ഉണ്ട്. കുതോ അസത്വാവധാരണം തത്രാഹ. അപ്പോൾ അതൊക്കെ കള്ളമെന്നാണോ പറയുന്നത്? അവരൊക്കെ ഋഷിമാരല്ലേ, അല്ലെങ്കിൽ ഋഷി തുല്യരല്ലേ? അവരുടെ സിദ്ധാന്തങ്ങളെ നമുക്ക് എങ്ങനെ അപ്പാടെ കളയാൻ പറ്റും എന്ന് ചോദിച്ചാൽ, അവരുടെ സിദ്ധാന്തങ്ങളെ തള്ളിക്കളയണമെന്ന് പറയുന്നില്ല. അന്തിമമായ സത്യം വേദാന്തം കാണിച്ചു തരുന്നതാണ്. അവരുടെ ദർശനം എന്ന് പറയുന്നത് ഭാഗികമായ സത്യമാണ്, പൂർണ്ണമായ സത്യമല്ല. കാരണം അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഇനിയും പോകേണ്ടതുണ്ട്. കണങ്ങൾ സത്യമാണ്. ഈ കണങ്ങൾ ചേർന്നതാണ് ഇവിടെയുള്ള ഖരപദാർത്ഥങ്ങളും ദ്രാവകങ്ങളും വാതകങ്ങളും എല്ലാം ആറ്റങ്ങളുടെ സംഘാതമാണ്, അണുക്കളുടെ ചേർച്ചയാണ്. പക്ഷേ അതിനും അപ്പുറത്തുണ്ടല്ലോ ഊർജം എന്ന ഒരു കൺസെപ്റ്റ്. ആ ഊർജം എന്ന് പറയുന്നത് സ്പന്ദിച്ച് മറയുന്നതാണ്. അതിൻ്റെ അധിഷ്ഠാനം ഊർജത്തെക്കാളും സത്യമായ ഒന്നായിരിക്കണം. അതിനെ കണ്ടെത്തി നിശ്ചലമായ ആത്മതത്വം. അതിനപ്പുറം ഇനി ഒന്നും കണ്ടെത്താനില്ല. അതുകൊണ്ടാണ് ഉറപ്പിച്ചു പറയുന്നത് വേദാന്തം, ഇതിനപ്പുറം മറ്റൊരു സത്യമില്ല. ഇതാണ് അറിവിൻ്റെ അവസാനം. വേദാന്തം എന്നുള്ള വാക്കിന് അറിവിൻ്റെ അവസാനം, ദ എൻഡ് ഓഫ് നോളജ് എന്നാണ്. അറിവിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവ് അവസാനിക്കുന്നു. അറിവ് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മ തുടങ്ങുന്നു എന്നല്ല. അറിവ് അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്ത് അറിയാനൊന്നുമില്ല. ഇതാണ് അന്തിമമായ അറിവ്. ഇതിനേക്കാളും ശ്രേഷ്ഠമായ മഹത്തായ മറ്റൊന്നില്ല. ഇതിനെ അറിഞ്ഞാൽ നിങ്ങൾ സർവജ്ഞനായിത്തീരുന്നു. ഇനി നിങ്ങൾക്കൊന്നും അറിയാനില്ല. ഏതൊന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അറിയപ്പെട്ടതായിത്തീരുമോ? അങ്ങനെയാണ് ഈ ആത്മതത്വത്തെ ഉപനിഷത്തുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ മറ്റ് ഗ്രന്ഥങ്ങൾ, മറ്റ് ദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇരുന്നോട്ടെ. പ്രാമാണിക വിചാരേഷു കൃതേഷു യേ നവിദ്യന്തേ. നിങ്ങൾ യുക്തിയുക്തമായി ചിന്തിച്ചു നോക്കിയാൽ വേദാന്ത ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റ് ദർശനങ്ങളെ നിങ്ങൾ വിലയിരുത്തിയാൽ അവയൊന്നും കഴമ്പില്ലാത്തവയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് സിദ്ധാന്തങ്ങളൊക്കെ ഭാഗികമായ സിദ്ധാന്തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ അതിൽ ശരിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയുണ്ട്, പക്ഷേ പൂർണ്ണമായ ശരിയല്ല. എന്ന് പറഞ്ഞാൽ കള്ളവും കലർന്നിട്ടുണ്ട് എന്നർത്ഥം. ഏതാ? അതെ. തേങ്ങ എന്ന് പറഞ്ഞാൽ തെങ്ങിൽ നിന്ന് അടത്തിടുന്നത്, അതിൻ്റെ പേരെന്താണ്? തേങ്ങ. അതിൻ്റെ പേര് തേങ്ങ തന്നെയാണ്, അല്ലാന്ന് ആരും പറയുന്നില്ല. ഈ തേങ്ങയുടെ ആ തൊണ്ട് നമ്മൾ മാറ്റിയിട്ട് പൊതിച്ചിട്ട് അകത്തുള്ള കട്ടിയായ ചിരട്ടയോടുകൂടി ആ ഒരു ഭാഗം തേങ്ങ പൊതിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനും തേങ്ങ എന്ന് തന്നെയാണ് വരും. ഞാൻ കടയിൽ നിന്ന് 5 തേങ്ങ വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ പൊതിച്ച തേങ്ങയാവാം, പൊതിക്കാത്ത തേങ്ങയും ആവാം. ഇപ്പം രണ്ടും തേങ്ങ തന്നെയാണ്. അപ്പോൾ ഈ കട്ടിയുള്ള പുറന്തോടോട് കൂടിയ ആ സാധനം ഗോളാകൃതിയിലുള്ള, അല്ലെങ്കിൽ കുറച്ച് മറ്റൊരു ആകൃതിയിലുള്ള പരന്നിരിക്കുന്ന, ശരി, അതാണോ തേങ്ങ? അത് തേങ്ങ തന്നെ. പക്ഷെ അത് പൊട്ടിച്ചു നോക്കണം. പൊട്ടിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ വെള്ള നിറത്തിലുള്ള പരിപ്പ് കാണാം. അടിച്ച് പരിപ്പെടുക്കരുത്. പരിപ്പ് അത് എടുത്ത് ഭക്ഷിച്ചു നോക്കുക. അകത്തുള്ള
ആ ജലം കുടിച്ചു നോക്കുക. രണ്ടും നല്ല സ്വാദിഷ്ടങ്ങളാണ്. ഇനിയിപ്പോൾ തേങ്ങയെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലും ഉണ്ടോ? ആ ഉള്ളിലുള്ള വെളുത്ത നിറത്തിലുള്ള മാംസളമായ ഭാഗം, അതിൻ്റെ പേരും തേങ്ങ എന്ന് തന്നെയാണ്. ആ അറിവിലെത്തിക്കഴിഞ്ഞാൽ അതിനപ്പുറം മറ്റൊന്നും തേങ്ങയെക്കുറിച്ചറിയാനില്ല. അതിനു മുമ്പുള്ള ഓരോ അറിവും ഭാഗികമായ അറിവുകൾ മാത്രമാണ്, പൂർണ്ണമായ അറിവല്ല. ഇങ്ങനെ പ്രപഞ്ചത്തെ അതിൻ്റെ ഓരോ ലെയറായിട്ടിങ്ങനെ മാറ്റി മാറ്റി, അതാണ് ഉള്ളിലേക്ക് പോവുക. സ്ഥൂലങ്ങളായ ദൃശ്യങ്ങളിൽ നിന്ന് സൂക്ഷ്മ ദൃശ്യങ്ങളിലേക്ക് പോയി ആ സൂക്ഷ്മ ദൃശ്യങ്ങളുടെയും ഉള്ളിലെന്താണ് എന്ന് അകത്ത് ചെന്ന് പരിശോധിക്കുന്ന സമ്പ്രദായമാണ് വേദാന്തത്തിൻ്റേത്. അങ്ങനെ കണ്ടെത്തിയതാണ് ഈ ആത്മതത്വത്തെ. ഇനി അതിനപ്പുറം ഒന്നും ഇവിടെ ആരും കാണാനില്ല, ആരും അറിയാനില്ല. അതാണ് അന്തിമമായ സത്യം. അതിനേക്കാളും ശ്രേഷ്ഠമായത്, അതിനെ കവച്ചു വയ്ക്കുന്നത് മറ്റൊന്നും തന്നെയില്ല. അങ്ങനെ അവർ കണ്ടെത്തിയപ്പോൾ അവർക്ക് മറ്റൊരു സത്യം കൂടെ മനസ്സിലായി. നേരത്തെ സ്ഥൂലങ്ങളും സൂക്ഷ്മങ്ങളുമായി ഞാൻ കരുതിയിരുന്ന എല്ലാം ഈ ആത്മാവിൻ്റെ തന്നെ പ്രകടനങ്ങളായിരുന്നു എന്ന സത്യവും അവർക്ക് പിടികിട്ടി. നാമരൂപങ്ങളെല്ലാം ഒരർത്ഥത്തിൽ ആത്മാവ് തന്നെ. ആത്മാവാണ് നാമരൂപങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ നാമരൂപങ്ങളെ സത്യമെന്ന് കരുതുന്നു. അതിൻ്റെ ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്ന ആത്മതത്വത്തെ നാം കാണുന്നില്ല. പക്ഷേ നാമരൂപങ്ങൾ ആത്മതത്വം ഉണ്ടെങ്കിലേ അവ പൊന്തു. നാമരൂപങ്ങൾ പൊന്താൻ ഈ ആത്മാവാകുന്ന ഒരു അടിത്തട്ട് അധിഷ്ഠാനം കൂടിയേ പറ്റൂ. സ്വർണം ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ നിലനിൽക്കും? നാമരൂപങ്ങൾ പൊന്തുന്നത് ഒരു അധിഷ്ഠാനത്തിൽ നിന്നാവണം. അങ്ങനെയേ പറ്റൂ. അങ്ങനെ ആ സ്വർണത്തെ കണ്ടു കഴിഞ്ഞാൽ, സ്വർണത്തെ മനസ്സിലാക്കിയാൽ സ്വർണ്ണാഭരണങ്ങളുടെ എല്ലാം രഹസ്യം മനസ്സിലാക്കപ്പെടുന്നു. അതിൻ്റെയൊക്കെ രഹസ്യത്തിൻ്റെ ചുരുളഴിയുന്നു. ഇതുപോലെ നാമരൂപങ്ങളെ അതിക്രമിച്ചു നിൽക്കുന്ന ആത്മതത്വത്തെ, അരൂപമായ ആത്മതത്വത്തെ ഒരാൾ സാക്ഷാത്കരിച്ചു കഴിയുമ്പോൾ നാമരൂപങ്ങളുടെ എല്ലാം രഹസ്യം അദ്ദേഹത്തിന് പിടികിട്ടുന്നു. എന്താണ് ആ രഹസ്യം? ഈ നാമരൂപങ്ങളായി കാണപ്പെട്ടത് ആത്മാവ് തന്നെ. നാമരൂപങ്ങളുടെ ഉള്ളിൽ വ്യാപിച്ചിരുന്നത് ഈ ആത്മാവാണ്. നാമരൂപങ്ങളായി ഞാൻ കണ്ടത് എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട്. അതിനെയാണ് മായ എന്ന് പറയുന്നത്. മായ എന്ന് പറയുന്നത് പുറമേയല്ല, മായ മനുഷ്യൻ്റെ മനസ്സിലാണ്. പലർക്കും അങ്ങനെ ഒരു വിചാരമുണ്ട്, മായ പുറത്താണ്. മനസ്സ് തന്നെയാണ് മായ. പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നത് ഈ മനസ്സാണ്. പ്രാമാണിക വിചാരേഷു കൃതേഷു യേന വിദ്യന്തെ തേ കേ സന്തി കിം സ്വരൂപാഃ. വേദാന്ത ശാസ്ത്രം നിരത്തുന്ന യുക്തികളിലൂടെ വിചാരം ചെയ്യുമ്പോൾ മറ്റ് ദർശനങ്ങളെല്ലാം തകർന്നു വീഴും. അവയ്ക്കൊന്നും നിലനിൽപ്പേ ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സിദ്ധാന്തങ്ങൾ പരിത്യജിക്കപ്പെടേണ്ടവയാണ്. അതിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് പരമസത്യത്തെ കാണാൻ സാധ്യമല്ല. ഏകൈക വസ്തുരൂപ ഉത സർവവസ്തുരൂപാഃ. ഈ ഓരോ വസ്തുക്കളും ഓരോ കണങ്ങളും വേറെ വേറെയാണോ, അല്ലെങ്കിൽ എല്ലാം ഒന്നിൻ്റെ തന്നെ അംശങ്ങളോ എന്ന് ചോദിച്ചാൽ, സദൈവ വാ തേ സന്ധ്യുത കദാചിദേവ വാ. ഈ കണങ്ങൾ എല്ലായ്പ്പോഴും നിലനിൽക്കുന്നുവോ, അല്ലെങ്കിൽ ചില പ്രത്യേക സമയത്തിൽ മാത്രമേ അവയ്ക്ക് നിലനിൽപ്പുള്ളൂ? സർവഥാപി പ്രാക് ശതശഃ ഖണ്ഡിതമേവേത്യർത്ഥ. ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ, അതിൻ്റെയൊക്കെ ഉത്തരം വേദാന്തം കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ചം ഇടയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നതാണ്. ഇത് എപ്പോഴുമില്ല. ഈ പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ അവയൊക്കെ എന്നോ
ഉണ്ടായവയാണ്. കുറേ കാലത്തിന് ശേഷം അവ ഇല്ലാതാവുകയും ചെയ്യും, നശിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ യുക്തിയെ അടിസ്ഥാനമാക്കി പല ചോദ്യങ്ങളും വേദാന്തികളോട് മറ്റ് ദർശനങ്ങളെ പിന്തുടരുന്നവർ ചോദിക്കാറുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി വേദാന്തിയുടെ കയ്യിലുണ്ട്. പക്ഷേ വേദാന്തി ചോദിക്കുന്ന പല ഉത്തരങ്ങൾക്കും മറ്റ് ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ പക്കൽ ഇല്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് പിന്തുടരപ്പെടേണ്ടത്. ഇത് തന്നെയാണ് അന്തിമമായ ശാസ്ത്രം. ഇത് സത്ശാസ്ത്രമാണ്. യഥാർത്ഥത്തിൽ എന്താണോ ഉള്ളത് അതാണ് സത്ത്. സത്തിൻ്റെ ഭാവമാണ് സത്യം എന്ന് പറഞ്ഞാൽ നശിക്കാത്തത്, നാശമില്ലായ്മ. അതാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം എപ്പോഴുമുണ്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ മാത്രമേ ഉള്ളോ, അല്ലെ ഒരേ വസ്തുവിൻ്റെ തന്നെ അംശങ്ങളാണോ, അല്ലെങ്കിൽ വേറെ വേറെ വസ്തുക്കൾ, അനേകം വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറ്റ് ദർശനങ്ങളിൽ ഉത്തരമില്ല. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് യുക്തിയുക്തമായ ഉത്തരം ലഭിക്കണമെങ്കിൽ വേദാന്ത ശാസ്ത്രം പഠിക്കുക തന്നെ വേണം. നമ്മുടെ സകല സംശയങ്ങളും തീർത്തു തരുന്ന ഒരേ ഒരു ശാസ്ത്രം ഈ വേദാന്തം മാത്രമാണ്. അയ്യോ, അത് ഞങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവില്ല, വലിയ പ്രയാസമുള്ളതാണ്. ഈ മനസ്സിലാവും എന്ന് പറയുന്ന നിങ്ങൾ മറ്റു പലതുമൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അതൊന്നും വാസ്തവത്തിൽ ആർക്കും മനസ്സിലായിട്ടില്ല. മനസ്സിലായതുപോലെ തോന്നുന്നു. ഈ ദ്വൈതവും വിശിഷ്ടാദ്വൈതവും അതുപോലെ സാങ്ക്യം, വൈശേഷികം, പൂർവമീമാംസ, ഇങ്ങനെ അനേകം ദർശനങ്ങളുണ്ട്. ഓരോ ദർശനത്തിൻ്റെയും ആചാര്യൻ ഗംഭീരനാണ്, അപാരമായ ബുദ്ധിശക്തി ഉള്ളവരാണ് അവരൊക്കെ. പക്ഷേ അവരാരും അന്തിമസത്യം കണ്ടിട്ടില്ല. പരമസത്യം കണ്ടവർ വേദാന്തികളാണ്. അതുകൊണ്ട് അവർക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റും, ഇതിനേക്കാൾ അപ്പുറത്ത്, ഇതിനേക്കാൾ മഹത്തരമായ മറ്റൊരു സത്യം ഇല്ല. ഇതാണ് അന്തിമം, ദിസ് ഈസ് ദ ഫൈനൽ എന്ന് അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. മറ്റുള്ളവർക്ക് ഇങ്ങനെ പറയാനുള്ള ധൈര്യമില്ല. അവരുടെ സിദ്ധാന്തം അവർ അവതരിപ്പിക്കുന്നു. ഇനി അതുമാത്രമല്ല, വേദാന്തത്തെ എതിർത്തുകൊണ്ട് അവർ അവരുടെ ദർശനങ്ങളെ അവതരിപ്പിക്കുമ്പോൾ അവരുടെ ഓരോ ചോദ്യത്തിനും ഉരുളയ്ക്കുപ്പേരി പോലെ ഉത്തരം നൽകാൻ വേദാന്തത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ സിദ്ധാന്തം അപ്പാടെ തെറ്റാണ്, അടിമുടി തെറ്റാണ് എന്ന് പല മഹാത്മാക്കളും പല പ്രകാരത്തിലും പലപ്പോഴായിട്ട് ഖണ്ഡിച്ചിട്ടുമുണ്ട്. വേദാന്തത്തിൻ്റെ മുമ്പിൽ അവയൊന്നും നിലനിൽക്കില്ല. ഒക്കെ എന്താ പറയുന്നത്, ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും. ചീട്ട് കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കാറുണ്ട്. ഇങ്ങനെ ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആടി ഒരു തട്ട് കൊടുത്താൽ മൊത്തം എല്ലാം തറയിപ്പോവും. അതുപോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പൊലിപ്പിച്ച് എന്തിനെയൊക്കെയോ വിശദീകരിക്കുന്നുണ്ട്. കഴമ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ബാംബെ മുട്ടായി പോലെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഇത്രയും വലുത് കാണും, പല കളറിലുമൊക്കെ ഉണ്ട്. മുഴുവൻ പഞ്ചസാരയാണ്. അത് വായിലാക്കി കഴിഞ്ഞാൽ ഒരു സ്പൂൺ പഞ്ചസാര പോലും ഉണ്ടാകത്തില്ല. കണ്ടാൽ ഇത്രയും വലുതുണ്ടാവും. ഇതുപോലെ കുമിളകൾ പോലെ പെട്ടെന്ന് തകർന്നു പോകുന്ന യുക്തിയുടെ ഉരകല്ലിൽ ഉരച്ചാൽ നിലനിൽപ്പില്ലാത്ത സിദ്ധാന്തങ്ങളും ദർശനങ്ങളുമാണ് മറ്റുള്ളവയെല്ലാം. വേദാന്തം അങ്ങനെയല്ല. ഉരകല്ലിൽ ഉരയ്ക്കും തോറും അത് സ്വർണമാണ്. അത് മുക്കുമണ്ടമല്ല, അത് യഥാർത്ഥ സ്വർണമാണ്. എത്ര ഉരച്ചാലും ഒരയ്ക്കും തോറും സ്വർണമാണ് തെളിഞ്ഞു വരുന്നത്. അതുപോലെ നിങ്ങൾ എത്ര കണ്ട് ഈ വേദാന്തത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്നു, എത്ര കണ്ട് ഇത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അത്ര കണ്ട് ഈ തത്വം നിങ്ങൾക്ക് ഉറച്ചുറച്ചു വരും. അതുകൊണ്ട് ഈ വേദാന്തത്തെ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇതിനെ എതിർക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് ബാലകൃഷ്ണൻ നായർ സാർ ചെയ്തത്. തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ഓരോ ദിവസത്തെയും പ്രഭാഷണം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എതിർ യുക്തി വല്ലതും നിരത്താനുണ്ടോ?
ഉണ്ടെങ്കിൽ ഇവിടെ ഓഫീസിൽ ഒരു പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്നേ വരെ ആരും എഴുതി കൊടുത്തിട്ടില്ല. ഒരു തുണ്ട് അങ്ങ് പറഞ്ഞത് തെറ്റാണ്, ഇത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് ഒരു കുഞ്ഞും ഒരു വലിയ ആളും ഒരു സ്ത്രീയും പുരുഷനും ഇന്നേ വരെ എഴുതി കൊടുത്തിട്ടില്ല. സംശയങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ടാവും. എതിർ യുക്തി ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ വേദാന്തം സത്യമാണ് എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ അന്ധതയുടെ പ്രശ്നമില്ല. യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ ആത്മതത്വം. ഈശ്വര വിശ്വാസം പോലും ഒരർത്ഥത്തിൽ അന്ധമാണ്. ഏത് ഈശ്വരനെയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്? ഏത് ഈശ്വരനെയാണ് നിങ്ങൾ പൂജിക്കുന്നത്? അദ്ദേഹം എവിടെയാണ്? അദ്ദേഹത്തിൻ്റെ സ്വരൂപം എന്താണ്? ദൈവം ഞാൻ ചോദിക്കുന്നതൊക്കെ തരും, എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരും. അത് നിങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളെ സംബന്ധിച്ച് അതാണ് എല്ലാം. പക്ഷേ അതൊന്നും ദൈവ തത്വമല്ല. നിങ്ങൾ ഉപാസിക്കുന്നതൊന്നും ബ്രഹ്മമല്ല എന്നാണ് ഉപനിഷത്ത് തന്നെ പ്രഖ്യാപിക്കുന്നത്. ബ്രഹ്മത്തെ ഉപാസനാ വിഷയമാക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സ്, ബുദ്ധി ഈ ഉപകരണങ്ങളുടെ ഉള്ളിൽ പെടുന്നതല്ല ഈ ആത്മാവ്. പക്ഷേ ആത്മാവിനെ ചിന്തിക്കുന്നത് ബുദ്ധി കൊണ്ടാണ്. യുക്തി എന്ന് പറയുന്നത് ബുദ്ധിയുടെ ഒരു പ്രവർത്തനമാണ്. പക്ഷേ ഈ അനുഭവം ബുദ്ധിക്കകത്തൊതുങ്ങുന്നതല്ല. അവിടെ അന്ധതയുടെ ലവലേശം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് എത്ര കണ്ട് ഈ വേദാന്തത്തെ നിങ്ങൾ എതിർക്കാൻ, ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്ര കണ്ട് ഈ ആത്മതത്വം തെളിഞ്ഞു വരും. അല്ലാതെ ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, വസിഷ്ഠ മഹർഷി പറഞ്ഞു, ശ്രീകൃഷ്ണൻ പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ആചാര്യൻ പറഞ്ഞു, അത് ഞാൻ അങ്ങനെ വേണ്ട. ചോദ്യം ചെയ്യൂ. തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. ഗുരുനാഥൻ്റെ അടുക്കൽ ചെന്ന്, പ്രഭോ എന്നെ രക്ഷിക്കണേ, ഞാൻ അങ്ങയെ ശരണാഗതി പ്രാപിക്കുന്നു, അങ്ങാണ് എനിക്ക് ശരണം എന്ന് പറഞ്ഞ് ആ പാദങ്ങളിൽ വീണ് കണ്ണീര് കൊണ്ട് ആ പാദങ്ങൾ കഴുകുകയല്ല വേണ്ടത്. ഗുരുനാഥൻ പറയുന്ന ഓരോ സിദ്ധാന്തത്തെയും നിങ്ങൾ ചോദ്യം ചെയ്യൂ. ഗുരുവിനോടുള്ള അനാദരവല്ല അത്. ഗുരുവിനോടുള്ള അനാദരവല്ല. എത്ര കണ്ട് നമ്മൾ ഇതിനെ ചോദ്യം ചെയ്ത് നമ്മുടെ സംശയങ്ങളെ ഗുരുനാഥനെ അറിയിക്കുമോ അതിനുള്ള ഉത്തരങ്ങൾ ലഭിക്കുന്നതിലൂടെ ഈ ആത്മതത്വം കൂടുതൽ തെളിഞ്ഞു പ്രകാശിക്കും. ആ അജ്ഞാന മറയൊക്കെ പിച്ചി ചീന്തപ്പെടും. എത്ര കട്ടിയുള്ള അജ്ഞാന മറയോ ആയിക്കോട്ടെ, നമ്മൾ ചിന്തിക്കാൻ തയ്യാറല്ല. യുക്തിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യൂ ഈ ആത്മതത്വത്തെ. നിങ്ങൾ ഗുരുവിനോടാണ് ചോദിക്കുന്നത്. അതൊരിക്കലും ഗുരു തന്നോട് ചെയ്യുന്ന ഒരു അനാദരവായി ഗുരു കരുതത്തില്ല. ചോദിക്കടാ, ഇനിയും ചോദിക്കടാ, ചോദിക്കടാ, ഇനിയുണ്ടോ ചോദ്യം? എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ, മറുപടി പറയാം. ഇത്ര ഒരു ധൈര്യത്തോടു കൂടി സംസാരിക്കാൻ വേദാന്തിക്കല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. കാരണം അദ്ദേഹത്തിന് ഉറപ്പ് വന്ന കാര്യമാണ്. അദ്ദേഹം യുക്തിയുടെ പശ്ചാത്തലത്തിലും അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലും സത്യമാണ് എന്ന് അനുഭവിച്ച തത്വമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ അശേഷം സംശയത്തിനോ അന്ധവിശ്വാസത്തിനോ സാധ്യതയില്ല. നമുക്ക് ഇവിടെ നിർത്താം. തുടർന്നുള്ള ഭാഗം നാളെ വായിക്കാം.